നമുക്കിവിടെ വിശ പറഞ്ഞോണ്ടില്ല പണി ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വസന്തക്കുട്ടി എത്തിയിട്ടുണ്ട്. അനിയേട്ടൻ പോകുന്നതിന്റെ സങ്കടം ഒരു ഭാഗത്തുണ്ട്, പക്ഷെ അമ്മ വന്നതിന്റെ സന്തോഷം ഒരു ഭാഗത്തുണ്ട് കേട്ടോ. അപ്പൊ അനിയേട്ടൻ പോകുന്നതായിട്ട് അമ്മ വന്നിട്ടുണ്ട്. അമ്മയും അനിയന്റെ ഭാര്യയും മക്കളെല്ലാം ഉണ്ട്. ലോകൂട്ടനും ആദ്യക്കുട്ടനൊന്നും ഇന്ന് സ്കൂളിൽ പോയിട്ടാ പറഞ്ഞ പോലെ തന്നെ തെയ്യമുണ്ട്. പിന്നെ അച്ഛൻ പോകുന്നതല്ലേ, നമ്മ എന്തായിട്ട് പോകില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇന്നലെ എല്ലാം പറഞ്ഞ് സെറ്റാക്കി അച്ഛനോട്. അപ്പൊ പിള്ളേരെ കിട്ടിയ സന്തോഷത്തിലാണ് അനിയത്തിമാരെ ജാനേ വാ ഭയങ്കര സന്തോഷത്തിലാന്ന്. ഇന്നലെ അവര് ലീവാക്കിട്ട് വരുന്നത് പറയുമ്പോഴാണ് നമ്മയും സ്കൂളിൽ പോകൂല അത്. അപ്പൊ ഇതാ രണ്ടാളും എത്തിയിട്ടുണ്ട് എന്നുണ്ട്. അച്ഛൻ പോന്നായിട്ട് സ്കൂളിൽ ലീവാക്കിട്ടൊന്നുമില്ലല്ലേ. അനിലിനോട് പറഞ്ഞു ഞങ്ങൾ വരുന്നേ. അപ്പൊ അമ്മ വന്നിട്ട് കുറച്ച് സമയമായി. ലോകൂട്ടൻ പിള്ളേരെല്ലാം കൂട്ടിയിട്ട് ഇവിടെ വീടിന്റെ തൊട്ട് താഴെ തന്നെ തെയ്യുണ്ട്. വേട്ടയ്ക്കൊരു മകൻ ഉറുപ്പഴശ്ശി, അത് കാണാൻ വേണ്ടിട്ട് പോയി. അവരും ചൈനയും പോയിട്ടുണ്ട്, അതിൻ്റെ വരിയുണ്ട്, അവരും പോയിട്ടുണ്ട്. അപ്പൊ അമ്മ എത്തി, കുറച്ച് സമയമായി. ചായയെല്ലാം കുടിച്ച് ദോശയും മുട്ട റോസ്റ്റ്. പിന്നെ അനിയൻ്റെ ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങയില കുറച്ച് പറിക്കാനുണ്ട്. അപ്പുറം നമുക്കത് വറവാക്കാം. പിന്നെ ലേഖമ്മ ചക്കപ്പൂലും മുറിച്ചിട്ട് കൊണ്ട് തന്നിട്ടുണ്ട്. കപ്പക്കയും ചക്കപ്പൂലും കൂടിയിട്ട് നമുക്ക് നല്ലൊരു പുളിശ്ശേരി ആക്കാം. മീനുണ്ട്, മീൻ പൊരിക്കുക. ഭയങ്കര ഇഷ്ടമാണ് ചക്കപ്പൂല്. പിന്നെ മുരിങ്ങയില പറഞ്ഞാൽ തീർന്നു, അത്രയും ഇഷ്ടമാണ്. ഇനി അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനത്തെ ആ ഭക്ഷണം എങ്ങനെയാണെന്നും അറിയില്ല. ദുബായിലാണെങ്കിൽ പിന്നെയും ഇങ്ങനത്തെ നമ്മളെ കേരള ഫുഡെല്ലാം കിട്ടും വിചാരിക്കാം. അവിടെ ഇപ്പം എങ്ങനെയാണെന്നും അറിയില്ല. വാങ്ങി ഉണ്ടാക്കാൻ പറ്റുമോ ഒന്നും അറിയില്ല. ഉണ്ട് ഇപ്പൊ കുറേ നാള് നാട്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ട് എല്ലാ ഫുഡും കഴിച്ച് ഇപ്പം അത്ര മിസ്സിങ് തോന്നില്ല. പക്ഷെ ആടെ എത്തി കുറേ നാള് കഴിയുമ്പോൾ നാട്ടിലത്തെ ഫുഡ് കഴിക്കണം എന്നിങ്ങനെ ഒരു ഫീല് തോന്നും. ആടെ ചോറ് ഇല്ലാന്ന് പറയുന്നത് അപ്പോൾ കുറേ നാളായിട്ടില്ലേ ഞങ്ങളുടെ ഒരു കാത്തിരിപ്പാണ്. വിചാരിക്കാൻ കഴിയില്ല. എന്നിട്ടും ഇപ്പം കൂടി നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം അത്രേ കാത്തുനിന്ന് അവസാനം ഓന് തന്നെ മടിപ്പ് വന്നു. അതാ പറയുന്നത്, നമ്മൾ എന്ത് വിശ്വസിച്ച് നിന്നാൽ ലാസ്റ്റ് ഇതാകുമ്പോക്ക് എന്തായിട്ടും ഒരു ഇതുണ്ടാവും നമുക്ക്. വന്നിട്ട് തന്നെ ഇപ്പൊ 7 കൊല്ലം കഴിഞ്ഞില്ലേ. ലോകൂട്ടന് 1 വയസ്സ് 2 വയസ്സ് ഉണ്ടാകാൻ പറ്റും വന്നിയായിരുന്നു ഞങ്ങളുടെ നാട്ടിലേക്ക്. അന്നേരം ആ കൊറോണക്ക് മുന്നേ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ സമയത്ത് അങ്ങനെ ജോലി പോയിട്ട് അങ്ങനെ വന്നതാണ്. അതിന് ശേഷം ഇപ്പം നാട്ടിലെടുക്കാത്ത പണിയില്ല. എന്തെല്ലാം പണിയെടുത്ത് നീ എന്തെല്ലാം കഴിഞ്ഞു. വാർപ്പിൻ്റെ പണിക്കും എല്ലാ പണിക്കും ഒരു പണിക്ക് പോകാനും ഒരു മടിയുമില്ല. അനിയുടെ വെൽഡറാണ്. അപ്പം ഗൾഫിലുണ്ടാകുമ്പം പുതിയ വണ്ടീൻ്റെ എല്ലാം ബോഡി പണി അങ്ങനെയുള്ള പണിയുണ്ടായിനി. IT വെൽഡിങ് ഇതെല്ലാം കഴിഞ്ഞാൽ. അപ്പോൾ നാട്ടിൽ വന്നിട്ട് പിന്നെ ആ പണി ഇവിടെ നാട്ടിൽ അന്വേഷിക്കുമ്പോൾ അങ്ങനെ കിട്ടാനില്ല. പിന്നെ എൻ്റെ അച്ഛൻ വാർപ്പിൻ്റെ മേസ്ത്രി ഉണ്ടായിനി. അപ്പോൾ അച്ഛൻ്റെ ഒപ്പം കുറേ നാൾ അങ്ങനെ പോയി. ഇപ്പോൾ പണി കുറഞ്ഞേരം പനിയാൻ വെൽഡിങ്ങിൻ്റെ പണി സ്വന്തമായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അനിയൻ്റെ ഒപ്പരാണ് ഇപ്പം പോയിക്കൊണ്ടുണ്ടായിനി. അങ്ങനെ ഏത് പണിയെടുക്കുന്നതിനും ഒരു മടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പണീൻ്റെ അടുത്ത് അപകടം പറ്റി പല്ലെല്ലാം പോയി എന്തെല്ലോ ഇതായി. എന്നാലും കുറേ കഷ്ടപ്പാട് കഴിഞ്ഞു. കുറേ അനിയേട്ടൻ ഗൾഫിലുള്ള സമയത്താണ് നമ്മൾ ഈ വീടിൻ്റെ പണിയെല്ലാം തുടങ്ങിയിട്ടുണ്ടായിനി. അന്നേരം ലോണും കാര്യങ്ങളെല്ലാം എടുത്തു. ആ ഒരു ഗൾഫിലല്ലേ അതിൻ്റെ ആ ഒരു ഉറപ്പിൽ പെട്ടെന്ന് ജോലി പോയിട്ട് നാട്ടിൽ വരുമ്പം നാട്ടിൽ നിന്ന സമയത്ത് ഇത്രയും നാൾ എന്തെല്ലോ ബുദ്ധിമുട്ടുണ്ടായി. അതെല്ലാം തരണം ചെയ്ത് വിളിച്ചിട്ട് ഇനിയും അങ്ങോട്ട് നല്ലതാവണം. ഇത്രയും അനുഭവിച്ചിട്ട് ഇനി നല്ലതാവുന്നില്ലെങ്കിൽ പിന്നെ എപ്പം നന്നായിട്ട് നമ്മളെല്ലാം കണ്ണടിയെ നോക്കിട്ട് പോയിട്ട് നന്നായിട്ട് വരട്ടെ. എത്തുന്നില്ല എന്നിട്ട് കൊമ്പ് പൊട്ടിച്ചു. മതിയാവൂലേ? മതിയാവ് കുറച്ചിങ്ങനെ. അങ്ങ് മേല
പിന്നെ അത്ര വലിയ കൊക്കയും ഇല്ല അല്ലേ? കൊക്ക ഉണ്ടായി, അത് പൊട്ടി. മുരിങ്ങയില തോരൻ വെച്ചു കൊടുക്കാം. ഇതിനിടക്ക് ഒരു ദിവസം ആക്കീനി, അത് കുറച്ചേ ഉണ്ടായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി വറുത്തിട്ട്. ഇന്നലെ ഞാൻ വിചാരിച്ചിന് പോകുന്നതിന് മുന്നേ ഒരു ദിവസം ആക്കണം. അത് ഉച്ചക്കൊക്കെല്ലുണ്ട് കുറയില്ലേ ആയി. ബസന്തമ്മ വളയും മാക്സി എല്ലാം മാച്ച് തന്നെ. നല്ല അടിപൊളി ക്യൂടെക്സ് എല്ലാം വെച്ച് കാലിലും ഉണ്ട്, ചേഞ്ച് ആവട്ടെ വിചാരിച്ചു. കാലിലും ഉണ്ട് ബ്ലൂ കളർ. വേഗം കപ്പക്കയും ചക്കപ്പൂ എല്ലാം അടുപ്പത്ത് വെക്കട്ടെ കേട്ടാ പുളിശ്ശേരിക്ക്. ഷൈനി പിള്ളേരെയും കൂടി തെയ്യം കാണാൻ പോയിട്ടുണ്ടായിന്. അപ്പൊ വന്നിട്ട് എല്ലാവരും കളിക്കളായി. നിങ്ങൾക്ക് ചോറ് വേണ്ടേ? ആരൊന്നും ചോറെല്ലാം കഴിച്ചിട്ടാ കേട്ടാ. കുറച്ച് പെരക്കടിക്കേ നമ്മ ആയിക്കോട്ടെ എന്നാ ഷൈനി. അപ്പോൾ നമ്മെല്ലാവരും ചോറ് കഴിക്കലായേ. ആദ്യക്കൂട്ടാ ആദ്യക്കൂട്ടാ 2ാം പട്ടാ തെയ്യത്തിന് പോയിട്ട് ചോറ് കഴിച്ചിട്ട് വന്നിട്ട് ഇവിടെ കഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കഴിച്ചിട്ടു. അത് ലോകൂട്ടനും പിള്ളേരെല്ലാം പോയിട്ടുണ്ടായിനി. അപ്പോൾ അമ്മ നമ്മളെ അടുത്തമ്മ വന്നിട്ടുണ്ട് കേട്ടാ. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കട്ടെ. സേമിയ പായസം വെക്കുന്നു. അപ്പോൾ സാവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചോട്ടെ. സേമിയ പായസം വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം. അപ്പം സേമിയ ഉണ്ടാക്കുന്ന വറുത്ത സേമിയ മേടിച്ചിട്ടുണ്ടാകും. എളുപ്പത്തിന് വേണ്ടിയിട്ട് വറുത്ത തന്നെ വാങ്ങിയേന്. അവന് ഏത് പായസമായാലും ഭയങ്കര ഇഷ്ടമാണ്. സേമിയ പായസവും പായസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നാളെ ഏതായാലും പോകുമല്ലേ പായസം വെക്കാൻ വെച്ചിട്ട്. അങ്ങനെ നമ്മളെ പാറൂസ് എത്തിയിട്ടുണ്ട്. എന്റെ ഐശ്വര്യ കുട്ടി എത്തിയിട്ടുണ്ട് കേട്ടാ. വരൂലേ പിള്ളേർ വരൂലേ? പായസമായിട്ടുണ്ട്. പായസം കറക്റ്റ് സമയത്ത് പായസം. ഞാൻ നിങ്ങളോട് പറയാൻ മറന്നു, മിൽക്ക് മെയ്ഡ് പണിക്കായിരുന്നു. മിൽക്ക് മെയ്ഡ് ഇല്ലാത്ത പായസം. സാരല്ല വേണ്ട, മതി ഇപ്പൊ. സാരല്ല, അങ്ങനെ മതി. അപ്പുറത്തെ പോയിട്ട് വെച്ചു. എടുക്കുമ്പോ അപ്പം ലിജിയിലായിരുന്നു ചിക്കൻ കറി ആക്കുന്നുണ്ട് അശ്വതിയും. ഞാനിരുന്ന് നെയ്ച്ചോറാക്കുന്നത്. ഞാൻ പായസം വെച്ചിട്ട് ഇങ്ങോട്ട് വന്നു നെയ്ച്ചോറാക്കാൻ വേണ്ടിയിട്ട്. നെയ്ച്ചോറ് അടുപ്പത്ത് ഇതും കൂടായ എൻ്റെ പണിയായി. അമ്മയെല്ലാം ഇരിക്കുന്നുണ്ട്. ഇതും കൂടി ആയ നിങ്ങളെ പണിയാ അല്ലേ? ഞങ്ങൾക്ക് കച്ചമ്പറും കൂടി ആക്കാനുണ്ട്. അത്ര ഇറച്ചെടുപ്പത്തായി. അതിന് തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് വന്നേന്ന്, വറുത്തിറക്കാൻ വേണ്ടിയിട്ട്. പായസം എടലോ പോയിട്ട് ഇപ്പം വന്നിനത്ര ഏട്ടാ. മുടിയെല്ലാം മുറിച്ച് സുന്ദര കുട്ടപ്പനായല്ലേ?
എവിടെ പോകുന്നു?